പല നാട്ടിലും കക്കറിച്ചി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരുടെ എരുന്ത് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് 2 ടൈപ്പ് എരുന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതും ആണ് കേട്ടോ. എരുന്താണ് കറി എന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിൻ്റെ അളവ് നോക്കാറില്ല കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നമുക്ക് ഇന്ന് ഇതിൻ്റെ റെസിപ്പി നോക്കാം. എരുന്ത് 2 ടൈപ്പ് ആണെങ്കിലും ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. ചെറുതും വലുതും എന്ന വലുപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് രണ്ടും സെയിം ആയിരിക്കും. വലുത് വെച്ചിട്ട് നമ്മളൊരു താളിപ്പ് മുളക് കറിയൊക്കെ പോലെ വെക്കും. ചെറുത് വെച്ചിട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ട് നമ്മുടെ കോഴിക്കോട്ടായിട്ടൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്, അതും കൂടി ചെയ്യും കേട്ടോ. ഫസ്റ്റ് നമുക്ക് താളിപ്പ് ഉണ്ടാക്കാം കേട്ടോ. ചെറിയുള്ളിയും പച്ചമുളകാണ് വേണ്ടത്. നമുക്കിപ്പോൾ അവിടെ ചെറിയുള്ളി അവൈലബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ വലിയുള്ളി എടുത്ത് നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ചെറിയ എരുന്തെടുത്ത് ഈ തേങ്ങ നമ്മൾ താളിപ്പിലേക്കുള്ള തേങ്ങയാണ്. ഈ ഒരു തേങ്ങ വേണം, ഒരു തേങ്ങ വേണ്ട, ഒരു അരമുറി തേങ്ങ മതി. നമ്മുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ എരുന്ത് വെച്ചിട്ട് താളിപ്പ് കറിയാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ചട്ടിയാട്ടോ. ഇതുപോലുള്ളൊരു വലിയ ചട്ടി എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സവാള അരിഞ്ഞിച്ചത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം, നമ്മൾ നോർമലി ചെയ്യുമ്പോൾ തന്നെ. പിന്നെ നമ്മൾ ഇതിലേക്ക് അധികം സ്പൈസസോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യില്ല. എരുന്തിൻ്റെ ഫ്ലേവർ ആയിരിക്കണം നമുക്ക് കൂടുതൽ മുന്നിട്ടെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പൊടികളോ അല്ലെങ്കിൽ വേറെ എല്ലാ മസാലകളോ ചേർത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ചെയ്യില്ല കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് ഈ ഉള്ളിയും പച്ചമുളകുമാണ് ഇതിലിടുന്നത്. ഒരു ഉള്ളി ഇടുക, അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ പച്ചമുളക് ഇടാം. ഇത് രണ്ടും തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫസ്റ്റ് ടൈമൊക്കെ എരുന്ത് കറി വെക്കുന്നവർ ശ്രദ്ധിക്കണം, എരുന്തിൽ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. എരുന്തിന് തന്നെ ഒരു ഉപ്പുള്ള ഒരു ടേസ്റ്റാണ്. അത്യാവശ്യം ഉപ്പും ഉണ്ടാവും, നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് ചേർക്കരുത്. പിന്നെ ഇതാ നമ്മുടെ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പച്ചമുളക് ഇട്ട്, വലിയ എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, അതൊരു 2 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉപ്പിട്ടല്ലോ, പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റും കേട്ടോ. ആ മുളക് പൊടിൻ്റെ ആ ഒരു റോ ഉണ്ടല്ലോ, അത് പോക്കിയിട്ട് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് ഇങ്ങനെ ചൂടായി വരുന്ന ആ ഒരു സ്മെല്ലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ എരുന്ത് ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ ഈ താളിപ്പ് കറി ചെറിയ എരുന്ത് വെച്ചിട്ടും ചെയ്യാം, പക്ഷെ നമ്മളിവിടെ ചെയ്തത് വലിയ എരുന്ത് വെച്ചിട്ടാണ്. ചെറിയ എരുന്ത് നമ്മൾ തേങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ആകെ ഇതിൽ സവാള, പച്ചമുളക്, ഉപ്പ്, മുളക് പൊടി, അത്ര സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അരി വറുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അരി വറുക്കുന്നത് നമ്മുടെ ചെറിയ എരുന്ത് വെച്ചിട്ടുള്ള റെസിപ്പിയിലേക്കാണ് കേട്ടോ. അതിൽ നന്നായിട്ട് നമ്മൾ അരി വറുക്കണം. ഒന്ന് വറുത്ത് ഇങ്ങനെ ചുവന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ എരുന്ത് വലിയ എരുന്തിൻ്റെ കറിയാട്ടത്. ആ സമയത്ത് നമ്മൾ തുറന്ന് നോക്കിയതാണ്. ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് ചോറ് തിന്നാൻ തോന്നും. പക്ഷെ നമ്മളതങ്ങനെ വെച്ച് വെയിറ്റ് ചെയ്യണം, കാരണം ആ ഒന്ന് തണുത്താറി വരണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് തുറന്ന് വന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് അവിടെ കിടന്ന് സെറ്റാവട്ടെ. നമ്മുടെ സെക്കൻഡ് റെസിപ്പി ഇതാ അരി നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല പൊടിയാക്കി എടുക്കണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിലാട്ടോ വേണ്ടത്. നല്ലോണം പൊടിയണ്ട, കുറച്ചൊരു തരിതരിയായിട്ട് വേണം. അപ്പം നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, ചില ഭാഗമൊന്നും അത്ര പൊടിഞ്ഞിട്ടില്ല. ഈ ഒരു രൂപത്തിലാട്ടോ വേണ്ടത്. നമ്മുടെ എരുന്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് തീ ഓഫ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങയില്ലേ, അത് ചിരകി വെച്ചതാണ് ഇത്. അതും കൂടി ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ ചമ്മന്തിക്കൊക്കെ ചെയ്യൂലേ, അതുപോലെ ഇതിനും ചെറിയുള്ളി കേട്ടോ വേണ്ടത്. നമ്മളെ കയ്യിൽ ചെറിയുള്ളി ഇല്ല, നമ്മൾ വലിയുള്ളി ഇട്ട് പിന്നെ 2 പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ വല്ലാണ്ട് അരഞ്ഞു പോകരുത്, ആ രൂപത്തിലാട്ടോ വേണ്ടത്. പിന്നെ കുറച്ച് ജീരകം കൂടി വേണം, അത് പറയാൻ മറന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകണ്ട. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് സാധനം വേണ്ടത്. അരി വറുത്തതും നന്നായിട്ട് അങ്ങ് അരയണ്ട, അതുപോലെ തന്നെ ഈ തേങ്ങൻ്റെതും നന്നായിട്ട് അരയണ്ട കേട്ടോ. ഇനി നമുക്ക് ഒരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് നമുക്ക് ഈ കറിയും കൂടി സെറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ആണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ, ഓയിലോ എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ചെയ്യാം. പിന്നെ നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതും ടേസ്റ്റ് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയുള്ളിയാണ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മളിവിടെ മടിച്ചുകളായതുകൊണ്ട് നമ്മൾ പോയി വാങ്ങിയില്ല. പിന്നെ നമ്മൾ ഉപ്പാട്ടിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഉള്ളി ഇങ്ങനെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
എരുന്തിട്ട് കൊടുക്കാം. നല്ല കഴുകി ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ച് എരുന്താട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി വാടി വന്ന സമയത്ത് നമ്മൾ എരുന്തിട്ട് കണ്ടില്ല, ഇങ്ങനെ ഈ എരുന്ത് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. എന്നിട്ട് നമുക്ക് ഈ എരുന്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് എന്നുള്ള അളവിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് മുങ്ങിപ്പോണ്ട. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് എന്തായാലും ഒരു വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മളിതാ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇങ്ങനെ തുറന്ന് വന്നിട്ട് ഇതിൻ്റെ വേവ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. തുറന്നിട്ട് ഇതിൽ ചിലത് തുറക്കാതെ ഇരിക്കും, അത് നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ. ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും, കേടായിരിക്കും. അത് തുറന്ന് ഇതിലേക്ക് സ്പ്രെഡ് ആവില്ല. ഈ തുറക്കാതെ എടുക്കുന്നത് കാണുകയാണെങ്കിൽ അതെടുത്ത് ഒഴിവാക്കുക കേട്ടോ. ഇപ്പം എല്ലാം തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെന്തിട്ടുണ്ട് എന്നാൽ അതിലേക്ക് നമ്മൾ ഈ തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ച് ആ തേങ്ങൻ്റെ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ടൈമിലൊക്കെ ഒരു സ്മെല്ലുണ്ട് മക്കളെ, അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഈ തേങ്ങൻ്റെ അരപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അതിന് ശേഷം ഒരു 2 മിനിറ്റ് അതിന് ശേഷമാണ് നമ്മൾ അരി വറുത്ത് വെച്ചത് ഇടുന്നത്. എല്ലാം ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നത്. നമ്മുടെ ഈ അരി വറുത്തതുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ ഈ എരുന്തിൻ്റെ റെസിപ്പി ഇവിടെ സെറ്റായിട്ടോ. അപ്പം നമ്മളെ എരുന്തൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ തേങ്ങ ഇട്ട് വെച്ചില്ലേ അതാണ്. പിന്നെ നമ്മൾ കറി പോലെ വെച്ചില്ലേ അതാണ്. പിന്നെ ചോറിൽ ഇത് അതിൻ്റെ ആ ഒരു താളിപ്പ് കറിയുള്ളത്. പിന്നെ നമ്മൾ ഇത്തിരി ഉപ്പേരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. നമ്മൾ തിന്നൊക്കെ എങ്ങനെ ഉണ്ട്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എരുന്ത് മാത്രം തിന്നു. നമുക്കിത് എടുക്കട്ടോ. ഇതാണ് ഇതിൻ്റെ കാമ്പ്. നമുക്ക് തിന്നാം. ഇതാട്ടോ ഗൈസ് ഇതിൻ്റെ കാമ്പൊക്കെ ചേർത്താണ് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല രസമുണ്ട്. പിന്നെ ഇത് 2 ടൈപ്പ് ഉണ്ടല്ലോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കറി നമുക്കൊരു സൂപ്പ് പോലെ ആയിട്ടുണ്ടാവും, മറ്റേത് നമുക്കൊരു ഉപ്പേരി പോലെയൊക്കെ ആയിട്ട്. എന്തായാലും സാധനം അടിപൊളിയാണ്. എരുന്ത് വാങ്ങുമ്പോൾ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.